ചിലർ വാർദ്ധക്യത്തിൻ്റെ അങ്ങേയറ്റത്തിലിരിക്കുന്ന ചില ആളുകളെ നമ്മൾ കാണാറുണ്ട്. അവർക്ക് പഴയതുപോലെ കളിയില്ല, ചിരിയില്ല, വലിയ വലിയ സംസാരങ്ങളില്ല. അദ്ദേഹത്തോട് ഉറങ്ങിയോ, നിങ്ങൾ ഭക്ഷണം കഴിച്ചോ, അല്ലെങ്കിൽ കൃത്യമായി ഗുളിക കഴിച്ചോ എന്ന് ചോദിക്കാൻ പോലും ഒരാളില്ലാത്ത അവസ്ഥ പലപ്പോഴും നമ്മൾ കണ്ടുവരാറുണ്ട്. തൻ്റെ ജീവിതകാലത്ത്, തൻ്റെ യൗവനത്ത്, തൻ്റെ നല്ല പ്രായത്തിൽ, തൻ്റെ ചോരത്തിളപ്പിൻ്റെ സമയത്തൊക്കെ എന്തൊരു കാര്യമാണ് ചെയ്തു കൂട്ടിയത് എന്ന് ആലോചിച്ചു കൊണ്ട് കിടക്കപ്പായിൽ കിടക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ തൻ്റെ ചാരുകട്ടിൽ കിടക്കുന്ന ഒരവസ്ഥ നമുക്കെല്ലാം വരാനുണ്ട്. ഈ അടുത്ത കാലത്ത് ഒരാൾ ഞാൻ കണ്ടപ്പോൾ അദ്ദേഹം വളരെ കർക്കശമായിക്കൊണ്ട് തൻ്റെ ഭാര്യയോട് ആജ്ഞാപിക്കുന്നതായി ഞാൻ കണ്ടു. അദ്ദേഹം കടത്തത്തിലാണ്, സുഖമില്ലാതെ കിടപ്പിലാണ്. എന്നിട്ട് പോലും തൻ്റെ ഭാര്യയോട് നല്ല രീതിയിലൊന്ന് പെരുമാറാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. വെള്ളം അദ്ദേഹത്തിന് ആവശ്യമുണ്ട്, പക്ഷേ അദ്ദേഹത്തിന് പോയിട്ട് അതെടുത്ത് കൊണ്ടുവന്ന് കുടിക്കേണ്ട ആരോഗ്യം അദ്ദേഹത്തിനില്ല. അദ്ദേഹം കിടന്നിട്ടാണ്. എന്നിട്ട് പോലും ഒരാജ്ഞാപിക്കുന്ന രൂപത്തിൽ വളരെ മോശപ്പെട്ട പദപ്രയോഗങ്ങൾ പറഞ്ഞുകൊണ്ട് തൻ്റെ ഭാര്യയെ വിളിക്കുന്ന ഒരവസ്ഥ ഈ അടുത്ത കാലത്ത് ഞാൻ കണ്ടു. ഭയങ്കര വിഷമം തോന്നി. അതെന്തുകൊണ്ടെന്നാൽ നമുക്കൊരിക്കലും നമ്മൾ വിചാരിക്കും നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ കുഴപ്പമില്ല, നല്ല ഭാഗത്തിൽ പെരുമാറാം, അല്ലെങ്കിൽ ഇനിയൊരു ദിവസം നല്ല ഭാഗത്തിൽ പെരുമാറാം. അങ്ങനെയല്ല. നമ്മൾ ആ റിപ്പീറ്റായി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മൾ എന്ത് ഒരു കാര്യമാണ് എങ്ങനെയാണോ പെരുമാറി വരുന്നത്, ആ ഒരു അവസ്ഥയിലായിരിക്കും നമ്മൾ വാർദ്ധക്യത്തിലും എന്നാണ് ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. പലപ്പോഴും പലരെയും നമ്മളങ്ങനെ കാണാറുണ്ട്. വളരെ മക്കളോട് കർശമായി പെരുമാറുക, ഭാര്യയോട് വളരെ മോശമായി പെരുമാറുക, മ്ലേച്ഛമായ പദപ്രയോഗങ്ങൾ നടത്തുക, ഇങ്ങനെയൊക്കെയുള്ള ആളുകളെ നമ്മൾ കാണാറുണ്ട്. ഇത് നമ്മൾ എങ്ങനെയായാലും നമ്മുടെ പര്യവസാനം എങ്ങനെയാണ്? ചിലപ്പോൾ പലപ്പോഴും പല ഭാര്യ ഭർത്താക്കന്മാരിലും, ഭാര്യ ആയാലും ഭർത്താവായാലും പരസ്പരം എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു, അല്ലെങ്കിൽ ഒരാഴ്ച കിടപ്പിലായി, ഒരു 10 ദിവസം കിടപ്പിലായി, അപ്പോഴാണ് നമുക്ക് ശരിക്കും അവരെ ഒരു വാല്യൂ മനസ്സിലാക്കുന്നത്. ഭാര്യക്കായാലും ഭർത്താവിനും പരസ്പരം എത്രമാത്രം ഒരു ആവശ്യകത ഉണ്ട് എന്ന് മനസ്സിലാകുന്ന പോലും അപ്പോഴാണ്. അതേപോലെ പലപ്പോഴും വാർദ്ധക്യത്തിലെത്തുമ്പോൾ നമുക്കൊരു സുഖമില്ലാതെ കിടത്തത്തിലാകുമ്പോഴാണ് നമുക്ക് അവരുടെ ഒരു ആശ്രയം നമുക്ക് ആവശ്യമായി വരുന്നതും, നമുക്കൊരു മരുന്ന് എടുത്തു കുടിക്കാൻ, ഒരു സമയത്തിന് ഓർമ്മിപ്പിക്കാൻ, അല്ലെങ്കിൽ ഒരു സമയത്ത് നമുക്ക് മരുന്നും വെള്ളവും തരാൻ, ഭക്ഷണം കൃത്യമായി ഒന്ന് കൊണ്ടുതരാൻ, ഇതൊക്കെ ഒരു ആവശ്യമായി നമുക്ക് വരുന്ന ആ സമയത്ത് ഒരു കുറവുമില്ലാതെ നമ്മളെ നോക്കണമെങ്കിൽ നമ്മൾ ഇന്ന് ആരോഗ്യത്തോടെ നിൽക്കുമ്പോൾ നല്ല സന്തോഷത്തോടെ സമാധാനത്തോടെ അവരോട് സമയം സ്പെൻഡ് ചെയ്യാൻ, അവരുടെ കൂടെ നല്ല രീതിയിൽ ഇടപഴകാൻ, ഇല്ല സമയം വളരെ മനോഹരമാക്കാൻ ശ്രമിക്കണം. നമ്മൾ ഓരോ ആളുകളും, ഓരോ പുരുഷന്മാരും, ഓരോ സ്ത്രീകളും, പരസ്പരം ഭാര്യ ഭർത്താക്കന്മാർ ഒക്കെ എന്ന് നമുക്ക് ആ മേഖലയിൽ കാണാൻ വേണ്ടി സാധിക്കും. എന്നാൽ പലപ്പോഴും പലരും നമ്മൾ കാണുമ്പോൾ അവരുടെ മുഖത്ത് ചിരിയില്ല. മറിച്ച് എത്രയോ ആളുകൾക്ക് ചാറ്റ് ചെയ്യുമ്പോഴും സംസാരിക്കുമ്പോഴും പുറത്തും കുടുംബത്തിലും അങ്ങാടിയിലും സമൂഹത്തിലൊക്കെ നല്ല മനുഷ്യനായി, അടിപൊളി നല്ല മനുഷ്യനാണോ, സൂപ്പറാണോ, ഓൻ അടിപൊളിയാണെന്നൊക്കെ പറയും. പക്ഷേ തൻ്റെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ തൻ്റെ ഭാര്യയ്ക്ക്, തൻ്റെ മക്കൾക്ക് അഭിപ്രായമില്ലെങ്കിൽ പിന്നെ എവിടെ എത്ര നല്ല മനുഷ്യനായിട്ട് നമ്മൾ എന്താണ് കാര്യമെന്ന് നമ്മൾ ചിന്തിച്ചു പോകാറുണ്ട് പലപ്പോഴും.